സത്യം പറഞ്ഞപ്പോൾ മുനമ്പം പോലത്തെ ഒരു ഇഷ്യൂ ഈ നാട്ടിൽ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി BJP ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റെല്ലാ സംഘടനകളും രംഗത്ത് വന്നിട്ട് പറഞ്ഞത് എന്താ, അവിടുന്ന് ഒരാളിനെയും കുടിയിറക്കാൻ പാടില്ല. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അവിടുന്ന് ഒരാളിനെയും കുടിയിറക്കാൻ പാടില്ല എന്ന ആർജവത്തോടെ ഈ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി നിലപാടെടുത്തവരാണ്. അതിനെ സ്വാഗതം ചെയ്ത് ആ പ്രശ്നം എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യേണ്ട മുഖ്യമന്ത്രി ആ പ്രശ്നത്തെ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോയി തീരുമാനമെടുക്കാതെ വൈകിപ്പിച്ച് BJPക്ക് അതിൽ ഒരു തൃശ്ശൂർ പൂരം പോലെ ഒരിക്കൽ കൂടെ കുളം കലക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് ഇപ്പം അതെല്ലാം കഴിഞ്ഞ ഒരാൾ വർഗീയത ഉപേക്ഷിച്ചിട്ട് മതേതര ചേരിയിലേക്ക് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തങ്ങളുടെ നേരെ നടത്തിയ പ്രസ്താവനകൾ തീർത്തും ഒരു CPM പ്രവർത്തകന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത CPMലെ സംഘപരിവാർ ഫ്രാക്ഷന്റെ തലപ്പത്താണ് താനെന്ന് സ്വയം അവരോധിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഒരിക്കലും ആ സ്ഥാനത്തിരുന്നിട്ടോ ആ പാർട്ടിയുടെ തലപ്പത്തിരുന്നിട്ടോ പറയാൻ പാടില്ലാത്ത വാക്കുകൾ. പ്രചരണമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളത്. എത്രയാണ് ഷാഫി ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? കാരണം പല സാഹചര്യങ്ങളും മനസ്സിലാക്കി ഭൂരിപക്ഷമൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളൊരു പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. 5 അക്ക ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ കൂടാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്.